കോഴിക്കോട് വടകരയിൽ എലിവിഷം ചേർത്ത ബീഫ് കഴിച്ച യുവാവ് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. സംഭവത്തിൽ സുഹൃത്ത് മകേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? പറയൂ. വലിയ സുഹൃത്തുക്കളാണ് നിതീഷും അതുപോലെ തന്നെ മഹേഷും. കഴിഞ്ഞ ദിവസം 6-ാം തീയതി രാത്രി ഇരുവരും ഇരുന്ന് മദ്യപിച്ചിരുന്നു. ആ മദ്യപിച്ചിരുന്ന സമയത്ത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മഹേഷ് ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് ബീഫ് കൊണ്ടുവന്നിരുന്നു. ആ ബീഫ് കൊണ്ടുവന്ന് കഴിക്കുന്ന വേളയിൽ ഇതിൽ എലിവിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ നിതീഷ് വിചാരിച്ചത് ഇത് തമാശയാണ് എന്നാണ്. തമാശയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഉണ്ടായിരുന്ന ബീഫ് മുഴുവൻ നിതീഷ് കഴിക്കുകയും ചെയ്തു. പിന്നീട് നേരം പുലർച്ചയായപ്പോഴേക്ക് വയറിൽ വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു. വയർവേദനയും അതുപോലെ തന്നെ സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാകുന്നു, വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു. തുടർന്നാണ് വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചത്. ആ വേളയിൽ പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിതീഷ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതീഷ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഹേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മഹേഷ് ഒളിവിലാണ്. മഹേഷിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായിട്ടുള്ള ആ ബീഫ് കഴിച്ചതാണ് ഈ ഒരു സംഭവത്തിനിടയാക്കിയിരിക്കുന്നത്. ആ വേളയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അത് മഹേഷ് തമാശ പറയുകയാണ് എന്നാണ് നിതീഷ് വിചാരിച്ചത്. അങ്ങനെ ആ ബീഫ് കഴിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഈ സംഭവത്തിന് ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും മഹേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. SK